തൃപ്പൂണിത്തുറ അത്തം നഗറിൽ ആകാശ ഊഞ്ഞാലിൽ നിന്ന് യുവാവ് തെറിച്ചു വീണു. തൃപ്പൂണിത്തുറ സ്വദേശി വിഷ്ണുവിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരുൺ ശങ്കർ ഇതിന്റെ വിശദവിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്താണ് സംഭവിച്ചത്? എങ്ങനെയായിരുന്നു? കഴിഞ്ഞ രാത്രിയാണ് ഈ അപകടം ഉണ്ടായത്. തൃപ്പൂണിത്തുറ അത്തം നഗറിൽ സജ്ജമാക്കിയിട്ടുള്ള താൽക്കാലികമായി സജ്ജമാക്കിയിട്ടുള്ള പാർക്കിലെ ശബ്ദത്തിന് എന്തോ സാങ്കേതിക തകരാറുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും തൃപ്പൂണിത്തുറ അത്തം നഗറിലെ ആകാശ ഊഞ്ഞാലിൽ നിന്നാണ് ഒരാൾ തെറിച്ച് വീണത്. യുവാവ് തെറിച്ചു വീണ് തൃപ്പൂണിത്തുറ സ്വദേശി വിഷ്ണുവാണ്. പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ ഇത്തരത്തിൽ തെറിച്ചു വീഴാതിരിക്കാൻ എന്നതാണ് നമുക്കുണ്ടാക്കുന്ന ഒരു ആശങ്ക. അരുണിനോട് ചോദിക്കാം. അരുൺ, സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇതിൽ ഉണ്ടാവാറില്ലേ സാധാരണ? അങ്ങനെ എളുപ്പത്തിൽ തെറിച്ചു വീഴാനൊക്കെ കഴിയുന്ന തരത്തിലാണോ ഇത്? തീർച്ചയായിട്ടും ഈ ആകാശ ഊഞ്ഞാലിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് വേഗം ഇരിക്കുന്ന ആൾ വേഗം നിലത്തേക്ക് തെറിച്ച് വീഴാനുള്ള സാധ്യതയാണ് നമുക്കിവിടെ വരുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഈ ആകാശ ഊഞ്ഞാൽ അറിയാമല്ലോ, മുകളിലേക്ക് പോകും, അതേ വേഗത്തിൽ താഴേക്ക് വരും. അപ്പോൾ ആ ഒരു മുകളിലേക്കും താഴേക്ക് പോകുന്ന ആ വേഗതയിൽ ഒരാൾ പിടിവിട്ട് ഇവിടെ ഇപ്പോൾ പിടിച്ച് ഇരിക്കാൻ പറ്റും. പക്ഷേ ഈ പിടിവിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തെറിച്ച് പുറത്തേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. സാധാരണഗതിയിൽ അരുൺ ഇരിക്കുന്ന ആ ബെഞ്ചിന് മുന്നിലായി അവിടെ അങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ബാരിക്കേഡിന് സമാനം എന്ന് പറയാവുന്ന തരത്തിലൊക്കെ ഒരു ഗ്രില്ലൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു ക്ലിപ്പ് ചെയ്ത് വയ്ക്കുന്ന ഒരു ഗ്രില്ലൊക്കെ ഉണ്ടാവും. അങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് അതിൽ പിടിച്ച് മുന്നിലേക്ക് വീഴാതിരിക്കാനൊക്കെ ഇരിക്കാൻ കഴിയുക. പക്ഷേ ഇതിൽ അങ്ങനെ കാണുന്നില്ല. ഒരു സാധാരണ ഒരു ബെഞ്ച് ഘടിപ്പിച്ച് വെച്ചതുപോലെ മാത്രമേ കാണുന്നുള്ളൂ. മുന്നിലത്തെ ബെഞ്ചിൽ വേണമെങ്കിൽ പിടിക്കാം എന്നത് മാത്രം, അല്ലേ? തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ അതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ കണ്ടിട്ടുള്ളത് ഈ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ബന്ധിപ്പിച്ചുകൊണ്ടൊരു ഒരു ഇരുമ്പിൻ്റെ ബാറ് ഇടും. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മുന്നോട്ട് ആഞ്ഞാൽ പോലും പുറത്തേക്ക് വീഴില്ല, അവിടെ ലോക്കായി നിൽക്കും. അങ്ങനൊരു സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇനി ആ സംവിധാനം എടുത്ത് മാറ്റിയതാണോ എന്നും അറിയില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. നമ്മൾ ചോദിച്ചിരുന്നു. അതിന് മാനേജർ ഉൾപ്പെടെയുള്ള ആരെയും ഇവിടെ ഇല്ലെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഇതിനൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും അല്ലെങ്കിൽ ക്രമീകരണങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ഒരാൾ പിടിക്കുന്ന മുൻപിൽ ഉള്ള സീറ്റിൽ പിടിക്കുന്ന പിടി വിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിലത്തേക്ക് തെറിച്ചു വീഴും. അതുമാത്രമല്ല സൈഡിലും അതാണ് അവസ്ഥ. ഇപ്പോൾ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും മുകളിലേക്ക് പോകും, താഴോട്ട് വരും. അപ്പോൾ താഴോട്ട് വരുന്ന സമയത്ത് മുന്നോട്ടൊന്ന് ആഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രണം വിട്ട് പുറത്തേക്ക് വീഴാനുള്ള സാധ്യതയും കൂടുതലാണ്. എങ്ങനെയാണ് ഇത്രയും കാലം ഇത് പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. സാധാരണഗതിയിൽ ഇത്തരം സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ അതിനുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ടാകും ബന്ധപ്പെട്ടവർ. പക്ഷെ അത് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ഇക്കാര്യത്തിലൊരു ഈ സംവിധാനത്തിനൊരു സുരക്ഷാ ക്രമീകരണം ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപകടത്തിൽ പരിക്കേറ്റ വിഷ്ണുവിൻ്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. നില 10 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നിലവിൽ ഈ പാർക്ക് അല്ലെങ്കിൽ താൽക്കാലിക പാർക്ക് നടത്തിപ്പുകാർ ഇവിടെയില്ല, ആരെയും തന്നെ കാണാനില്ല. അവരോട് തന്നെ ഇക്കാര്യം ചോദിച്ചറിയേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ടാണ് സാധിക്കുമായിരിക്കുമെന്ന് കരുതാം അരുൺ. ഏതായാലും അങ്ങനെ ഒരു ആകാശ ഊഞ്ഞാലിൽ നിന്ന് ചെറുപ്പക്കാരൻ തെറിച്ചു വീഴുകയായിരുന്നു ചെയ്തത്. ഇതുപോലെ പല സ്ഥലങ്ങളിലും കാർണിവൽ ഗ്രൗണ്ടുകളിലൊക്കെ ഇത്തരം സംവിധാനങ്ങൾ ഉള്ളപ്പോൾ എത്രത്തോളം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്നത് ആരെങ്കിലും നോക്കാറുണ്ടോ എന്നത് ഈ നിമിഷം വരെയും നമുക്ക് ബോധ്യമില്ല. അത്തരത്തിൽ നോക്കിയിരുന്നു എങ്കിൽ ഇത് സംഭവിക്കില്ല, ഇതവിടെ വയ്ക്കാൻ അനുവദിക്കുകയുമില്ല. പല സ്ഥലങ്ങളിലും ഇതുപോലെ വലിയ സുരക്ഷയൊന്നുമില്ലാതെ ഇത്തരം ചില സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മളത് ചിന്തിച്ചു പോകാറുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെയൊക്കെ ഇതിനെ അനുവദിക്കുന്നത് എന്ന്. പക്ഷേ ഈ സന്ദർഭത്തിൽ വളരെ ശക്തമായ ഇടപെടൽ അതിൻ്റെ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് തന്നെയാണ്.